ഇതിന്റെ ആധാരത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്നു ഖാസി മുക്രി മുതലായ പ്രവർത്തിക്കാരെ നിശ്ചയിക്കലും പിരിച്ചുവിടലും അവർക്ക് ഉപജീവനത്തിന് കൊടുക്കുന്ന സംഖ്യ തീർച്ചപ്പെടുത്തലും മറ്റു കാരണവന്മാരുടെ ഭൂമിപക്ഷ പ്രകാരം മാനേജർ നടത്തേണ്ടതാകുന്നു, അഥവാ മുതവല്ലി നടത്തേണ്ടതാകുന്നു. അതായത് കാലിനെ നിയമിക്കലും ഇതുപോലെ മുക്രി അടക്കം എല്ലാരും നിയമിക്കേണ്ടത് മുതവല്ലിയാണ് എന്നാണ് ആ ആധാരത്തിൽ പറയുന്നത്. എന്നാൽ ഇന്ന് 20 കൊല്ലമായി നേരത്തെ പറയപ്പെട്ട ആ പള്ളിയിൽ തുടരുന്ന മുതവല്ലി കഴിഞ്ഞ ആഴ്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് രജിസ്ട്രേഡ് ആയി അയച്ച കത്താണിത്. അങ്ങനെ കിട്ടി മർക്കസ് ഓഫീസിൽ നമ്മളെ ആൾക്കാരില്ലേ ഫീസിൽ ഓലെടുത്താന്ന് വിചാരിച്ചാണ്. ഇതിൽ കാണാം അദ്ദേഹം നേരെ ഇതാണ് ഇവിടുത്തെ മുതവല്ലി. ഇപ്പോൾ ഉസ്താദിനെ നിങ്ങളെ മഹല്ലിലെ ഖാദിയായി നിശ്ചയിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഇതിന് എന്റെ സമ്മതമില്ല. ഈ തീരുമാനം എന്റെ അറിവാലോ സമ്മതത്താലോ അല്ല. പ്രകാരം AP ഉസ്താദ് മഹല്ല് ഖാദി സ്ഥാനം ഏറ്റെടുക്കുന്നത് എനിക്ക് പൊരുത്തമില്ലാത്തതുമാകുന്നു. അടുത്ത് ഖാദി ആരോഹണം നടത്തിയ മഹല്ലിലെ മുതവല്ലി 20 കൊല്ലമായ ആള് ഖാദി ആരോഹണത്തിന് വരുന്നതിന് മുമ്പ് AP അബൂബക്കർ മുസ്ലിയാർക്ക് അയച്ച കത്താണിത്. പൊന്നാരന്റെ നൗസോ, എന്തൊക്കെയാ വർത്താനം കുഞ്ഞെ? മുത്തുമണിയെ മാണിക്കല്ലേ? എന്താ എന്റെ കുട്ടീന്റെ വർത്താനം? സുഖല്ലേ? എന്റെ കുട്ടി ഇപ്പൊ വല്ലാതെ വെട്ടിത്തിളങ്ങി AP ഉസ്താദിനെ കടിച്ചു കീറല്ലേ? ജീവനോടെ തോല് ഒഴിച്ചാ തോന്നുന്നുണ്ട്. CM മടവൂരിന്റെ പേരില് കളവും പറഞ്ഞിട്ട് AP ഉസ്താദിനെ ജീവനോടെ CM വലിയുള്ളാക്ക് പൊരുത്തജാത്തൊരു പണി എന്റെ കുട്ടി എടുക്കണേ. CM വലിയുള്ളാന്റെ ഹയാത്ത് കാലത്തും മഹാനവറുകളുടെ നിർദ്ദേശം അനുസരിച്ച് മരണാസന്ന സമയത്തും അവിടെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ AP ഉസ്താദ് ഉണ്ടായി. എന്റെ കുട്ടിക്ക് അറിയാം. എന്റെ കുട്ടി CMനെ കണ്ടിട്ടുമില്ല, കണ്ടവരെ കണ്ടിട്ടുമില്ല. കോമാട്ടുചാല് അബ്ദുള്ള പറഞ്ഞ ബടായും കേട്ട് ഇങ്ങനെ അരിമീങ്ങളെ കുത്തിവലിച്ച് നടക്കല്ലേ. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഉള്ള ഒരു മെച്ചം ഉണ്ടാവും. പിന്നെ എന്റെ കുട്ടി സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ തലകെട്ടൊക്കെ ഒന്ന് കഴിച്ചു വെച്ചാണ്ട് ഒരു ഫാനിന് കുപ്പായിട്ട് പറയാല്ലേ. ഇപ്പൊ ബോംബെയിലെ തെരുവിൽ നടക്കുന്ന റൗഡികൾ പറഞ്ഞ തെറിയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ നെടിയിരിപ്പില് കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ടി നെടിയിരിപ്പിൽ എന്നാണ്ട് AP ഉസ്താദ് സുന്നിയല്ല, AP ഉസ്താദ് അവിടുത്തെ ഖാദിയാണ്, അവിടുത്തെ മുത്തവല്ലിക്ക് പൊരുത്തല്ല. ചങ്ങായി മുത്തവല്ലി അവിടെ മുന്നിൽ ആദ്യം നിന്ന് ആ ടവല് മടക്കി കുത്തിയാണ്ട് ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഒരു പേപ്പർ വായിച്ചു കണ്ടില്ല, ഇജ്ജ് കേട്ടീനോ? അല്ലെ ആ മൂസനോടും ചോദിച്ചു നോക്ക്. നെടിയിരിപ്പിലെ മൂസ ഉണ്ടല്ലോ അനക്ക്, എന്റെ ജാക്കി മൂസ ഉണ്ടല്ലോ, ആ മൂസനോടും ചോദിച്ചു നോക്ക്. എന്തോ ഒരക്കന്മാരെ വർത്താനാ ചങ്ങായി. എനിക്കിപ്പം ഒരു ഹാലളിക്കുക നേരം ഉസ്താദിനോട് കടിച്ചു വെച്ചു ഇതൊക്കെ നിൽക്കും, ഒക്കെ നിൽക്കും. ഇതൊക്കെ എന്തൊരു മട്ടത്തിലും ചങ്ങായി നടന്നിരുന്നു. സംവാദത്തിന് കൊടുക്കാൻ പോകുമ്പോ ഇയാസുനെ പോയി റേസുനെ കണ്ട് അബ്ദുൽ ഉസ്താദിനെ കണ്ട് ആ പൊരുത്തം വാങ്ങി ഒരു പുറത്ത് തട്ടിച്ച് പൊയ്ക്കടാ, എവിടെങ്കിലും ഒന്ന് വെച്ചിടാക്ക്. ഓല അന്ന് എന്നെ പുറത്ത് തട്ടിച്ച് പോയാണ്ട് സംവാദം നടത്തി പോയടാന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും ഒന്ന് പേച്ചണോ? എവിടെയും പേച്ചിട്ടില്ല. എപ്പം അങ്ങ് പേച്ചുകൊണ്ടിരിക്കുക. ഈ നെടിയിപ്പ് നിന്നാൾ പറഞ്ഞു ഞങ്ങൾ കളവ് പറയില്ല, ഞങ്ങൾ ഹക്ക് മാത്രം പറയുന്ന ആൾക്കാരാണ്. എൻ്റെ ഈ 2013 AP സംസ്ഥാനം അതിന് എടുത്ത് വലിച്ചെറിഞ്ഞാണ്. എൻ്റെ അഹങ്കാരത്തിനും കിബറിനും കൂട്ട് നിന്നില്ല. അന്ന് വേറെ ഉത്സാഹം ചെയ്തൊക്കെ നല്ലതാ. എൻ്റെ ഷെയ്ഖിനെ കോഴിക്കോട് അന്താരാഷ്ട്ര മീലാദ് പരിപാടിക്ക് കൊണ്ടുവന്നപ്പം അവിടെ അങ്ങനെ ഒരു ഉറഞ്ഞു തുള്ളിനല്ലോ. CM വലിയുള്ളാന്റെ തവസുൽ ബൈത്തൊക്കെ ചൊല്ലിയിട്ട് പീഠത്തിന് ഇങ്ങനെ കുത്തിന്. അന്നൊരു നോട്ടം സുൽത്താനുല്ലമൊക്കെ നിൽക്കെ എൻ്റെ ഷെയ്ഖിന്റെ കോമാളിത്തരം കണ്ടിട്ട് പേരുത്സാഹം ഒരു നോട്ടം നോക്കിയാണ്. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാളാ, യൂട്യൂബിലൊക്കെ കിട്ടും ആ വീഡിയോ. ആ നോട്ടം അന്ന് കറക്റ്റാ. ഇത് പുകഞ്ഞ കൊള്ളി പുറത്താണ്. അന്ന് പൊന്മുളസ്താവും പേരുത്സാഹം ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ എൻ്റെ കഴിഞ്ഞ്. അതിന്റെ പുറമെ ഇജ് സുന്നിയായിരിക്കെ AP വിഭാഗത്തിന്റെ ഇയാൾ സുന്നിയിൽ പഠിക്കെ ഇജ് തിരൂർക്കാട്ടിക്ക് മുമ്പ് ഒരു സംവാദത്തിന് കഴിഞ്ഞല്ലോ, ഒരു ചോദ്യോത്തര ഡിബേറ്റിന് മുജാഹിദിനായിട്ട്. എന്നിട്ട് ഇജ്ജ് അവിടെ പോയാണ്ട് ഓല ആളായില്ല. അന്ന അവിടുന്ന് ആജി മുഹമ്മദ് ഫൈസി, ആജി കെ മുഹമ്മദ് ഫൈസി, ആലിക്കുട്ടി മുസ്ലിയാരെ 5 മുഹമ്മദ് ഫൈസി ആട്ടി വിട്ടിക്ക സ്റ്റേജ് മെക്കറുണ്ട്. ഇജ്ജ് അന്ന് ചെറിയ കുട്ടിയാ. അനക്ക് സംഘടനാ പ്രവർത്തനം ഇജ്ജ് അറിഞ്ഞിട്ടില്ലല്ലോ. എന്താ സംഘടന, എന്താ സംഘടനാ പ്രവർത്തനം, സംഘടനന്റെ ക്രെഡിബിലിറ്റി എന്താന്നുള്ള എനിക്കറിയില്ല. ഇജ് ഇയാസിന്റെ 10-12 കൊല്ലം ഉസ്താദുൽ അസാത്തിദ് OK ഉസ്താദിന്റെ ചോറ് നിന്നാണ്ട് ഇജാണ് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് സ്റ്റേജ് കെട്ടിയപ്പോ റയീസുലമ എന്നെ പുറത്തെട്ടിയാണ്ട് വിട്ട്. അബ്ദുൽ ഉസ്താദ് എന്നോട് എന്ത് പറഞ്ഞു? ഇജ്ജ് പൊയ്ക്കടാ, ഇജ്ജ് കഴിച്ചില്ല കൂടാന്ന് പറഞ്ഞാണ് വിട്ടപ്പോ ഇജ്ജ് സ്റ്റേജിൽ കയറിയപ്പോ കണ്ടമാന ആള് പൊരുത്തും പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അത് കുപ്പിക്കോടോളം വലിപ്പമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ചെറുതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇജ്ജ് കണ്ടമാന ആള് എന്റെ പരിപാടിക്ക് മുന്നിലൊക്കെ വന്നപ്പോ ഇജ്ജിഞ്ഞ് പിടിച്ചോടത്തൊക്കെ ഈ ആൾക്കാരൊക്കെ കിട്ടുന്നു. ഇത് AP വിഭാഗം സംസ്ഥയെ ഖുതുബുൽ റയീസുസ്സാഹിദീൻ CM വലിയുള്ളാഹിൽ മടവൂരി AP ഉസ്താദിന് നിർദ്ദേശം കൊടുത്ത് അന്റെ ഹലൽ അക്ക് അന്റെ അബ്ദുള്ളാലെ വാപ്പ പോയപ്പം പറഞ്ഞല്ലേ APന്റെ ഒപ്പം കൂടിക്കോടി അത് ഹക്കിന്റെ പാർട്ടിയാണെന്ന്. അതേമാതിരി ഉള്ളാത്തങ്ങൾ പോയപ്പോ നിങ്ങള് ഹക്കിന്റെ ഒപ്പമാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനത്തെ പാർട്ടി ഇജ്ജല്ലടാ കുതിരയൊക്കെ പ്രസംഗിച്ചിന്, ഇജ്ജ് എന്റെ അബ്ദുള്ളയൊക്കെ.
അല്ല അതുപോലെ വാപ്പിയും ടീമൊക്കെ പോയപ്പോൾ ഇപ്പൊ ആ സ്റ്റേജിൽ നിങ്ങൾ ആ സ്റ്റേജിൽ എല്ലായിടത്തും കൊണ്ടുപോയേക്കാനുള്ള കുറച്ച് പ്രതിമകൾ ഉണ്ടല്ലോ. എല്ലായിടത്തും പരിപാടി തിരുവനന്തപുരത്തുണ്ടെങ്കിലും ആലപ്പുഴ ഉണ്ടെങ്കിലും കന്യാകുമാരി ഉണ്ടെങ്കിലും ഉള്ളാളത്തോ അവിടെ ഇവിടെയൊക്കെയും പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ ഒരു പ്രതിമകളാണല്ലോ. കുറച്ച് പ്രതിമകൾ ഉണ്ടല്ലോ എൻ്റെ സ്റ്റേജിന്റെ വേക്കറി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിക്കിടിയാക്കുന്നവർ ചിരിച്ചമാതിരി ഇങ്ങനെ ചിരിച്ചാന് ആ നരച്ച താടിയുള്ളവർക്കൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? ആലിമ്യങ്ങളെ അല്ല ഉലമാവ് വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞില്ലേ നൗസാദെ, ഇത്ര പോത്തായി പോയല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറയേണ്ട ഒരു സാഹചര്യം വന്നേര് കേതുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇഞ്ഞൊക്കെ മനെ നല്ലവർക്ക് നടന്നാണ്ട് എൻ്റെ ഒപ്പം ഉള്ളവർക്കൊക്കെ പെരിയും കുടിയും കുട്ടികളും റാഹത്തുള്ള ജീവിത എൻ്റെ ഒപ്പം ഉള്ള എല്ലാവർക്കും. എൻ്റെ കുട്ടി ഇപ്പോഴത്തെ ഒരു വെയിലത്ത് കിടക്കുക, ഒരു പെരെങ്ങനെ കുത്തി കൂട്ടാൻ നോക്ക്. വാടക കൊടുക്കണമെന്ന് ഒഴിവാക്കിയാണ്ട് അതിന് സമാധാനമായിട്ട് ഒരു ദിവസം അന്തി ഉറങ്ങാൻ നോക്ക്. അതിനെല്ലാവരും സഹായിക്കും. ഈ പേരുണ്ടാക്കേണ്ടതാണ് നോണിയും പറഞ്ഞ് മുമ്പ് ഇതിന് എൻ്റെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞില്ലല്ലോ, എൻ്റെ പെരപ്പണി നടക്കേണ്ടതാണ് നോണിയും പറഞ്ഞാണ്ട് കുറച്ച് ചില്ലറ കിട്ടുമോ നോക്കിയല്ലോ. ഓല എന്നോട് എന്തേ പറഞ്ഞ് ആ പേരൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞപ്പോൾ ഇജ്ജെത്തി പറഞ്ഞ് ഫോട്ടോ ചെയ്യാൻ എൻ്റെ അടുത്ത് എൻ്റെ ക്യാമറക്ക് ഏടോ എത്തുമെന്ന് പറഞ്ഞിട്ടിന്. തൽക്കാലം എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ല എത്താരോ ഹക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ എൻ്റെ മേത്ത് വല്ല പിശാചും കയറിയാണ് പിന്നെ ഇപ്പം നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് കയറിണെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഈ വേറെ എന്തെങ്കിലും ചികിത്സാരികളെ കണ്ടെത്തേണ്ടി വരും. അബ്ദുള്ളാന്റെ അടുത്ത് പോയാൽ പിശാച് അങ്ങനെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, ഇറക്കാൻ കഴിയൂല. ഓൻ പൊടുക്കിയത് ചാരിയൊക്കെ ഓലൊക്കെ സേഫാ കുതിരെ, ഓലൊക്കെ സേഫാ. എൻ്റെ കുട്ടി ഇങ്ങനെ സ്റ്റേജിൽ കയറി മൂങ്ങാണ്. പല സ്ഥലത്തേക്കും വണ്ടിയിൽ ഓടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ദുന്യാവും നഷ്ടപ്പെട്ടു പോയി, ആഹ്റും നഷ്ടപ്പെട്ടു പോയി. എന്തെൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയത്? ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? മുത്തുമണിയെ മാണിക്ക കല്ലേ പുകലെ കരളെ ഇങ്ങനെയൊക്കെ വിളിച്ചെത്താൻ എൻ്റെ കുട്ടി നന്നാവും വിചാരിച്ചാ. തൊടിയൂര് കുഞ്ഞായ്മ കീശേരിയിലെ സമതൊക്കെ അറിഞ്ഞാലേ ഓല് വേറെ ലൈനാ. ഓൽക്ക് കുരുത്തും പെടുത്തൊന്നും കിട്ടിയില്ല. ഓലിങ്ങനെ സമതി തറയിട്ടാല് ഒരു പള്ളിയിൽ, പിന്നെ അസൻ സക്കാപ്പി തറയിട്ടാല് എൻ്റെ നാട്ടിലെ ഒരു പള്ളിയിൽ ദർശനത്തിന് ഇങ്ങനെ വല്ല നിലത്തെ കൊഞ്ഞാടി പോയാലും പോണതിൽ ഇങ്ങനെ കീപ്പിട്ട് നോക്കി ഇങ്ങനെ കൊണ്ടു. അന്ന് തന്നെ നാട്ടിലെ സാധാരണക്കാർ പറഞ്ഞു ഇത് കുറച്ച് ഏറെയാണല്ലോ, ഇതൊരു പടി മേലെ, ആലുക്കാസിന്റെ ഗോൾഡ് മാതിരി ഒരു പണത്തൊക്കെ മുന്നിലാണ്, ഇത് മിക്കവാറും കൈക്കുന്നു പോകുന്നു. ആ പറഞ്ഞ അതേമാതിരിയായി. ഒന്ന്. രണ്ടാമത്തെ എൻ്റെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാനെ തറയിട്ടാലി പറഞ്ഞ സ്ഥലത്ത് അസൻ സക്കാഫി കൊണ്ടുവന്നിനി. അങ്ങനെ ഒന്നായിട്ട് പബ്ലിസിറ്റി ആയപ്പോൾ പല നാട്ടിൽ നിന്നും ആൾക്കാരും ഞങ്ങളൊക്കെ വന്നിനി. അന്ന് ആ തറയിട്ടാലിൽ കൂട്ടാലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എയർപോർട്ടിന്റെ അതിർത്തിയിൽ. അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു മരവില്ല് നടത്തുന്ന ഒരാള്, അയാളൊക്കെ മുന്നിലുണ്ട് ഇനി. അന്ന് തറയിട്ടാൽ അസൻ സക്കാഫി എന്ത് പറഞ്ഞു, തുടരുത് പറഞ്ഞു. ഇതെന്ത് വല്ല തീക്കട്ടേറ്റ് വന്ന മാതിരി. അന്ന് സാധാരണക്കാരനായ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഒരു വാർഡ് മെമ്പറായ ഒരാൾ അവിടുന്ന് പറഞ്ഞൊരു വർത്തണ്ട്. അസൻ സക്കാഫിന്റെ മൂത്തൊക്കെ കേട്ടൊരു സാക്ഷികളാണ് ഞങ്ങളൊക്കെ. താജുല്ലുലമ ഉള്ളാൾ തങ്ങളെയും കമറുല്ലുലമ എ പി ഉസ്താദിനൊക്കെ എല്ലാവർക്കും തൊടാ മുത്ത പറയാ ഒക്കെ ചെയ്യാ. ഇതെത്താണ് ഈ തൊടാൻ പറ്റാത്തൊരു സാഹചര്യം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഈ എണ്ണീന്ന് വിളിച്ചത് അയാളെ അയൽവാസികളും ഒരു ക്ലാസ്മേറ്റുകളൊക്കെ ആയിട്ടോ. എന്താ ഈ തൊടാൻ പറ്റാത്തൊരു സാധനം കൊണ്ടുപോകണേ അവിടുന്ന് ആ പറഞ്ഞ മാതിരി തന്നെയായി. സാധാരണക്കാർ പറഞ്ഞ മാതിരി തന്നെയായി. ഒരു പടി ഏറിയതൊക്കെ കേടാ. അമിതമായാൽ അമൃതം വെസെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അതിന് ആ പൊട്ട പോയത്തക്കാരന്റെ വേക്കിൽ നടന്നാണ് എൻ്റെ ദുന്യാവും നഷ്ടപ്പെട്ട്, ആഹിറും നഷ്ടപ്പെട്ട്, ആക്കിബത്തും നഷ്ടപ്പെട്ട്, ഒക്കെ നഷ്ടപ്പെട്ട് ഏത് കൂട്ടക്കാരൻ തെറ്റിയിട്ട് എങ്ങനെ നടക്കണേ? ഇജ്ജ് നെടിയിരിപ്പിലെന്ന് എന്താ പറഞ്ഞു? എ പി ഉസ്താദ് സുന്നിയല്ല. നെടിയിരിപ്പ് സുന്നിയല്ല ഒക്കെ അംഗീകരിച്ച് എ പി സുന്നിയല്ല, നമുക്ക് എ പിന്നെ ഇതിൽ പിരിച്ചിടാന്ന് വിചാരിച്ചോ? അങ്ങനെ ആരും വിചാരിച്ചു? എന്താ വെച്ചാൽ എൻ്റെ പരിപാടിന്റെ വേദി കൊടുക്കാത്തോടെയും ഓഡിയൻസിന് സദസ്സ് കൊടുക്കണില്ലല്ലോ. ആ സ്റ്റേജിലുള്ള 4-5 കൈതകളെ കൊടുത്താൽ ഓലിങ്ങനെ മുങ്ങി ഇങ്ങനെ ചിരിച്ചിനായ രംഗല്ലേ കൊടുക്കുള്ളൂ. ഇജ് ഏതെയും പൊഞ്ഞ കൊള്ളി തിരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മളെ മടവൂർ കോട്ടയിലെ തങ്ങള്, അതേമാതിരി തങ്ങന്മാരും നമ്മൾ കുറ്റം പറഞ്ഞില്ല. തിരൂർക്കാട്ട് കുഞ്ഞുട്ടി തങ്ങളെ വലിയ മോൻ തഹാതങ്ങള്, അങ്ങനെ കുറച്ച് തങ്ങന്മാരെ ഇടിച്ച് ഇങ്ങനെ നടക്കുക. ഇനി ഓലി എപ്പോഴറില്ല അന്നാ പടിയിട്ട് അടിച്ചിട്ട് ആട്ടിന് പിന്നെ കണക്കിലേറെ തെറി വരണ്ടാ എപ്പോഴാണ് കിട്ടുന്നറിയില്ല. എഴുതി വെച്ചോ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഇൻഷാ അല്ലാ. പിന്നെ ഇജി ഞാൻ അയസനി എന്നൊന്നും പറഞ്ഞ് നടക്കണ്ട. അനക്ക് അയസനി എന്ന് പറഞ്ഞ ആ സനത് തന്ന ആള് റയീസുലുലമ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു ഓൻ പേച്ച അയസനിയാണ്, ഓൻ അയസനി അല്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ പട്ടം ചുറ്റി നടക്കാൻ പാടുണ്ടോ? എടുത്ത് ഒഴിവാക്കട. അതൊക്കെ ഒഴിവാക്കി നൗഷാദ് ഒതുക്കുങ്കൽ വരുന്നത്. എൻ്റെ ഒതുക്കുങ്കൽ വേറൊരു യൂട്യൂബർ ഉണ്ടല്ലോ, ഓൻ്റെ അതേമാതിരി പേര് കൊടുക്ക്. തലേക്കെട്ടൊക്കെ കഴിച്ച് മാറ്റിയൊക്കെ ഉണ്ട്. ഒരു പരിക്കം മുണ്ട് കെട്ടിക്കോ തലേല്. തെറി പറഞ്ഞവർക്ക് അതൊക്കെയാ നല്ലത്. അനക്ക് അങ്ങനെ നല്ല തെറിയൊക്കെ കാളൂട്ട് കണ്ടത്തേക്ക് വന്നാൽ മതി. അവിടെയൊക്കെ നല്ല തെറി ഉണ്ടാവും, പെരുന്തെറിയക്കാരോ. മീനിന്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾക്ക് രാത്രി വന്ന് നോക്കണം. മീൻ ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും പേക്കുമ്പോഴൊക്കെ തെറി കേൾക്കാം. അതൊക്കെ അങ്ങനെ തെറി പറയാൻ കൂടി. അല്ലാതെ ഇജിപ്പോ എ പി ഉസ്താദിനും ബലും പറഞ്ഞു വെച്ചാണ്ട് ഓൽക്കൊന്നും സംഭവിക്കൂല. പിന്നെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ അരി വാങ്ങണേ എ പി ഉസ്താദിനെ പറഞ്ഞിട്ടാ.
ഉസ്താദിനെ നന്മ പറഞ്ഞിട്ട് മിത്രങ്ങൾ അരി വാങ്ങണ്, തെറി പറഞ്ഞിട്ട് ഇത് ശത്രുക്കളും അരി വാങ്ങണ്. അരി വാങ്ങണ കൂട്ടത്തിലും ആയില്ല. ഇപ്പൊ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചരിത്രം കിട്ടി, ഞങ്ങളൊക്കെ കേട്ടതാട്ടോ ഓരോ പ്രസംഗത്തിന്. അപ്പൊ പതി അതേ സ്ഥലത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു എന്ന് അയാളെ കാറിൽ അയാൾ തന്നെ ബോക്സ് കെട്ടി അയാൾ തന്നെ അനൗൺസ് ചെയ്ത് പോകുന്നായിരുന്നു. അങ്ങനത്തെ ഒരു കാലുണ്ട്. അതേമാതിരി ഇപ്പൊ ഇജ്ജ് കൊട്ടേഷൻ കൊടുത്തിക്കല്ലേ മൊത്തം നോട്ടീസ് ഒട്ടിച്ചാനും സ്റ്റേജ് കെട്ടാനും. ആ സ്റ്റേജ് മേളിൽ 2 ഗുണ്ടകളുണ്ട്. ഈ ഓഡിയൻസിനൊക്കെ മനസ്സിലായിനോ എന്നറിയില്ല. ആ ഒരു ഗുണ്ട മുടിയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഒരു ഗുണ്ട ഇരിക്കണ്. ഓൻ ആരെയും കാട്ടാണെങ്കിൽ കയറി ചെല്ലാണ്. ആരാ ഓനൊക്കെ ഈരാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുകാരനായിട്ട് ആരാ ഓനൊക്കെ തിരിഞ്ഞു നോക്കണ്? ആരാ ഓനത്തെയും കാട്ടും വെറുതെ ഓനെ മെഴുത്തൊട്ടാണ്ട് നമ്മളെ കയ്യാസാക്കണം. ഓനെ കാട്ടണ് ഓലക്ക ഇത്ര വലിപ്പണ്ടല്ലോ കുതിരജി. AP ഉസ്താദിന്, ഉള്ളാൾത്തങ്ങൾ, പേരോടുസ്താദിന്, പൊന്മള ഉസ്താദിന്, ഖലീൽ തങ്ങളൊക്കെ തൊടിയൂര് മുമ്പ് കഴിഞ്ഞ് മുട്ടിത്തങ്ങള്. ചൂടെത്തി ഓനൊക്കെ ഇങ്ങനെ മോങ്ങിയിട്ട് സദസ്സിനെ തെക്കുബീർ ചെല്ലിച്ചാലുള്ള ഒരു വർത്താനം പറയുന്നുണ്ട്. ഈ തുള്ളിയോലൊക്കെ നമ്മൾ കണ്ടതാടാ. പിരിഞ്ഞതിന്റെ ശേഷം സമസ്ത 2ആയതിന്റെ ശേഷം നമ്മൾ കുറേ കണ്ടതാ. അന്ന് കുലുങ്ങി ചിരിച്ചിനിയോലും ഇപ്പൊ കുലുങ്ങി നിലവിളിച്ചാ പുറത്തിറങ്ങാൻ കഴിയാതെക്കുക. അറിയെങ്കിൽ അങ്ക് അതൊന്നും വിഷയമല്ല. അങ്ക് മുജാഹിദ് വിഷയമല്ല, ഖാദിയാനി വിഷയമല്ല, യുക്തിവാദി വിഷയമല്ല, നിരീശ്വരവാദി വിഷയം. AP അബൂബക്കർ മുസ്ലിയാരെ അടക്കങ്ങളും അനക്കങ്ങളും ഒരു സൂചി പോകാൻ AP അബൂബക്കർ മുസ്ലിയാർ എടുത്തുന്ന ഒരു സൂചി പോകാൻ കിട്ടിയ വായിക്കൂടെ കുന്തം കയറ്റും. അത് തെരഞ്ഞ് നടക്കുക. ഏതായാലും നല്ലൊരു തീക്കൊള്ളിയിട്ട് എൻ്റെ കുട്ടി തലചൊറി ഇറങ്ങി. വൈകാതെ കാണാമൊക്കെ ഇൻഷാ അള്ളാ. ശശി പറഞ്ഞാല് മേലായ അടുത്തും കേൾക്കുണ്ടല്ലോ ഇതൊക്കെ. എൻ്റെ അടുത്ത് ഹക്കുണ്ടോ, എൻ്റെ അടുത്ത് ഹക്കില്ലേ? ഇജൊക്കെ മുജാഹിദിന്റെ അന്നമായി തിന്നലെടുത്ത് കാലത്ര അറിഞ്ഞി. അജ് തിന്നത് ഹലാലല്ലാത്തോണ്ട് അഞ്ച് ഇങ്ങനെ പെച്ചു പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. തിന്നത് ഹലാലല്ലാത്ത സുന്നി സംവാദം, പല സംവാദങ്ങളും നടത്തിയിരുന്നു. വലിയ സമസ്ത കേന്ദ്ര മുസാവറ അംഗങ്ങളൊപ്പം കൂടിയാണ്ട് ആ സംവാദത്തിലൊക്കെ പോന്നിട്ട് ഒപ്പം വന്ന ആലിമ്യങ്ങളെ വഞ്ചിച്ചിക്ക, ചതിച്ചിക്ക. സംവാദം കഴിഞ്ഞ് പോന്നിട്ട് മുജാഹിദിന്റെ സക്കരിയ സലായിക്കോ അല്ലെങ്കിൽ അനീഫ കായക്കൊടിക്കോ അല്ലെങ്കിൽ ഉമർ സുല്ലമിക്കൊക്കെ വിളിച്ചാണ്ട് എങ്ങനെയുണ്ട്, നിന്റെ പറച്ചിൽ എങ്ങനെയുണ്ട്, നിങ്ങളത് ഉസാറായിട്ടോ. അങ്ങനെ ഏത് കാലം തുടങ്ങിയറിജി? ഇജ് വിചാരിച്ചിട്ടുണ്ടാവോ ഇതൊന്നും ആരും അറിയില്ലാന്ന്? എന്നാലും നന്നായിക്കോ. 100 ആളെ കൊന്നവന് അള്ളാഹ് പുറത്തു കൊടുത്തുന്നല്ലോ. എന്നാലും നന്നായിക്കോട്ടെ എന്ന് ആലിമീങ്ങൾക്ക്. AP ഉസ്താദൊക്കെ അങ്ങേയറ്റം നിഷ്കളങ്കനാ. പിന്നെ സുലൈമാൻ ഉസ്താദിനെ എനിക്ക് അറിയില്ല. റയീസുല്ലമാന്ന് പേരിട്ടപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ചങ്ങായി അങ്ക് സുലൈമാൻ ഉസ്താദിനെ അറിയില്ലല്ലോ. ഒതുക്കുന്ന എന്നതിൻ്റെ ചില സുലൈമാൻ ഉസ്താദിനെ കണ്ട് ചെങ്ങാനി എന്ന് വന്ന് ചോദിച്ചു സുലൈമാൻ മൗലിയർ എന്താന്നുള്ളത്. ഏതായാലും നന്നാകാൻ നോക്കിട്ടോ എൻ്റെ കുട്ടി, നന്നാകാൻ നോക്കി കുഞ്ഞെ. അങ്ങോട്ടൊരു പെരൊക്കെ എടുത്ത് പാർത്ത് റായത്തിലെ ഒരു ദർശൊക്കെ നടത്താൻ നോക്കി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.